ബാല്യവും തളിർക്കുന്ന ചെടികളും. ഞാൻ അമൃത. NSS ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായ കാർഷിക ബോധനം എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് ആണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ പരിപാടിയിലെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള മുൻ തെന്നല പഞ്ചായത്ത് കൃഷി ഓഫീസറും ഇപ്പോൾ തൃശൂർ അഗ്രികൾച്ചർ ഡയറക്ടർ ആയി പ്രവർത്തിക്കുന്ന നിമ്മി മാമിനെയും, മണ്ണിൽ പൊന്നു വിളയിക്കുന്ന മണ്ണിന്റെ സ്വന്തം കർഷകൻ ശ്രീ മൊയ്തീൻ കുട്ടി അവர்களെയും, അധ്യക്ഷൻ വഹിക്കുന്ന NSS പ്രോഗ്രാം ഓഫീസറായ നമ്മുടെ പ്രിയപ്പെട്ട യൂനസ് സാറിനെയും, ഈ പരിപാടിയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത എൻ്റെ പ്രിയ ടീംമേറ്റ്സിനെയും, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമസ്കാരം. അടുക്കളത്തോട്ടം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അടുക്കളത്തോട്ടം എന്നതിനേക്കാളുപരി പോഷകത്തോട്ടം എന്ന കൺസെപ്റ്റിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. നല്ല പോഷകമൂല്യവും ഗുണനിലവാരവും ഉള്ള പച്ചക്കറികൾ കഴിച്ചെങ്കിൽ മാത്രമേ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യം നിലനിർത്തുന്നതിനായി ശരാശരി ഒരു മനുഷ്യൻ 300 ഗ്രാം പച്ചക്കറികളെങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. നല്ല ഗുണനിലവാരവും പോഷക സമൃദ്ധവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുക്കളത്തോട്ടത്തിന് പ്രാധാന്യം. അവിടെയാണ് അടുക്കളത്തോട്ടത്തിൻ്റെ തന്നെ പ്രാധാന്യം നിലനിൽക്കുന്നത്. നമുക്ക് വീടുകളിൽ അടുക്കളത്തോട്ടം സജ്ജീകരിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായത് സ്ഥലത്തിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത. ഇവ രണ്ടും വളരെ അത്യാവശ്യമുള്ള 2 ഘടകങ്ങളാണ്. പിന്നെ സ്ഥലത്തിൻ്റെ ലഭ്യത എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നതും കിട്ടാത്തതുമായ സ്ഥലങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുഭാഗങ്ങളിലും ഉണ്ടാവും. അപ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ, കുറച്ച് മാത്രം സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ, തീരെ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങൾ, ഇങ്ങനെ 3 വിധത്തിലായിട്ട് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റുപ്രദേശങ്ങളിൽ സ്ഥലമുണ്ടാകും. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഏത് പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് തീരുമാനിക്കേണ്ടത്. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനകത്ത് ഇലക്കറികളുണ്ടാകാം, കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടാകാം, കായ്കറികളുണ്ടാകാം. അതിൽ തന്നെ ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും ഉണ്ടാകാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വഴുതന, വെണ്ട, അല്ലെങ്കിൽ പച്ചമുളക്, തക്കാളി, ഇവയെല്ലാം തന്നെ ഹ്രസ്വകാല വിളകളാണ്. മറിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇപ്പം ചേന, ചേമ്പ്, അല്ലെങ്കിൽ വാഴ, മുരിങ്ങ, ഇതെല്ലാം ദീർഘകാല വിളകളാണ്. ഇവയെല്ലാം തന്നെ നമുക്ക് തോട്ടത്തിൽ സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്കനുസൃതമായിട്ട് നമുക്ക് സജ്ജീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വർഷം മുഴുവൻ വീട്ടിനാവശ്യമായ പോഷകമൂല്യമുള്ള പച്ചക്കറികൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൂര്യപ്രകാശമുള്ള ഭാഗങ്ങളും ഇല്ലാത്ത ഭാഗങ്ങളും കുറവുള്ള ഭാഗങ്ങൾ, ഇത് 3 തരംതിരിച്ച് അതിനനുസൃതമായി വേണം നമ്മൾ വിളകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചീരയുണ്ട്, സാമ്പാർ ചീര, പാലക്ക് ചീര, അതുപോലെ മുരിങ്ങയില, പിന്നെ മത്തൻ, പയർ, കുമ്പളം, ഇതിൻ്റെയൊക്കെ ഇലകൾ നമ്മൾ ഇലക്കറികളായിട്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ, ഇവയെല്ലാം ഇത്യാദികളെല്ലാം നമുക്ക് കിഴവർഗ്ഗങ്ങളിൽ പെടാം. പിന്നെ ഇപ്പോൾ തണുപ്പ് കാല വിളകളെന്ന് പറയുമ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, നൂൽക്കോല്, അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതും നമുക്ക് ചെയ്യാമെന്നുള്ളത് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. പല വീടുകളിലും ക്യാരറ്റ് ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാം. പക്ഷേ കാലാവസ്ഥയ്ക്കനുസൃതമായിട്ട് നമുക്കതും ചെയ്യാം. എന്ന് പറയുമ്പോൾ മുളക്, വെണ്ട, അമരപ്പയർ, പയർ, ചീനി അമര, കുമ്പളം, കയ്പ, പടവലം, മത്തൻ,
വെള്ളരി വർഗ്ഗങ്ങൾ ഇവയെല്ലാം തന്നെ കായ്കറികളിൽ, തക്കാളി ഇതെല്ലാം തന്നെ കായ്കറികളിൽ പെടും. അപ്പം ഇതെല്ലാം കൂട്ടിക്കലർത്തി ഒരു സമ്മിശ്രമായിട്ട് നമുക്ക് എല്ലാ കാലത്തും നമുക്ക് പച്ചക്കറികൾ ലഭ്യമാകുന്ന തരത്തിൽ വേണം നമ്മുടെ അടുക്കളത്തോട്ടം സജ്ജീകരിക്കേണ്ടത്. അപ്പം നമ്മുടെ അടുക്കളത്തോട്ടം സജ്ജീകരിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിലത്താണോ വെക്കുന്നത്, അതോ സ്ഥലലഭ്യത കുറഞ്ഞവർക്ക് ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ അതുപോലെയുള്ള കണ്ടെയ്നറുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് കൃഷി ചെയ്യുന്നതാണ്. നമുക്ക് നിലത്ത് കൃഷി ഒരുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മണ്ണൊരുക്കുക അല്ലെങ്കിൽ തടമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മണ്ണ് നന്നായി ഇളക്കി ആവശ്യമായ മൂലകങ്ങൾ, അതായത് ജൈവരൂപത്തിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. മണ്ണ് നന്നായി ഇളക്കി തോട്ടം വൃത്തിയാക്കിയതിന് ശേഷം മണ്ണ് നന്നായി ഇളക്കി അതിനോടൊപ്പം ചെടിക്ക് വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ കുമ്മായവും മറ്റ് ജൈവവളങ്ങളും സമ്പുഷ്ടമായി ചേർത്ത് വേണം നമ്മൾ കൃഷിയിടം തയ്യാറാക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ഏത് കൃഷിയാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ തക്കാളി, മത്തൻ, വെള്ളരി വർഗ്ഗങ്ങൾ, പയർ ഇതെല്ലാം നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാം. മറിച്ച് വെയിൽ കുറച്ച് കുറഞ്ഞ സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് വെണ്ട, വഴുതന, കാന്താരി മുളക്, ഇലകൾ ഇതെല്ലാം കുറച്ച്. ഇനി തീരെ വെയിലില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം സജ്ജീകരിക്കാം. പിന്നെ നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും അതിര് നോക്കി കുറച്ച് ദീർഘകാല വിളകൾ, മുരിങ്ങ, വാഴ, കപ്പ ഇതെല്ലാം നമുക്ക് അതിര് നോക്കി വെക്കാവുന്നതാണ്. അപ്പം മറ്റ് കൃഷിയെ ബാധിക്കാത്ത രീതിയിൽ സൂര്യപ്രകാശം എല്ലാ ലെവലിലും നമുക്ക് ചെടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വിളകൾ തിരഞ്ഞെടുക്കുകയും അതിനനുസൃതമായിട്ട് കൃഷി ഒരുക്കുകയും വേണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മണ്ണ് തന്നെയാണ്. മണ്ണ് വളരെ പോഷകമൂലമുള്ള മണ്ണാണെങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ ആരോഗ്യമുള്ള ചെടി നമുക്കതിൽ കൃഷി ചെയ്യാൻ സാധ്യമാകുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മണ്ണ് നന്നായിട്ട് ഇളക്കുകയും അതിനോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അമ്ല സ്വഭാവം കൂടുതലുള്ള മണ്ണാണ്. അപ്പോൾ ഈ അമ്ലത കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഇത്തിൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മുടെ മണ്ണിൽ ഇത്തിൾ അല്ലെങ്കിൽ കുമ്മായം ചേർത്ത് കൊടുത്ത് അതിന് ശേഷം മണ്ണിനെ പരുവപ്പെടുത്തിയ ശേഷം ധാരാളമായി ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തും, അടുക്കളയിലെ വേസ്റ്റ് ആകാം, ചാണകം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, മറ്റ് ജൈവ വേസ്റ്റുകൾ ഇവയെല്ലാം കമ്പോസ്റ്റാക്കി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ജൈവവളം ധാരാളമായി കൊടുത്ത് മണ്ണിൻ്റെ പോഷക നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ മണ്ണൊരുക്കിയ ശേഷം നമുക്ക് വിത്തായിട്ടോ തൈകളായിട്ടോ നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. ഇത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗകീടങ്ങളെയാണ്. രോഗകീടങ്ങളെ നമ്മുടെ നിരീക്ഷണത്തിൽ കൂടെ നമ്മളതിനെ ശ്രദ്ധിച്ച് കഴിവതും വീട്ടിൻ്റെ ആവശ്യത്തിനാകുമ്പോൾ കഴിവതും ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ജൈവ കീടനാശിനികളോ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ജൈവ കീടനാശിനികൾ ഇപ്പോൾ ലഭ്യമാണ്. ട്രൈക്കോഡർമ അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക്, പുകയില കഷായം, വേപ്പെണ്ണ എമൽഷൻ, ചില ഇല സത്തുകൾ, വെളുത്തുള്ളി മിശ്രിതം, ഇങ്ങനെയുള്ള ജൈവ കീടനാശിനികൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടും ഈ രോഗകീടങ്ങളെ ഒരു പരമാവധി നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടത് നിലമൊരുക്കുന്നതിലും പിന്നെ വിളകൾ ക്രമീകരിക്കുന്നതിലുമാണ് നമ്മൾ
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ണിന് പൊതയിട്ട് കൊടുക്കുന്നത്. മണ്ണിന് പൊതയിട്ട് കൊടുക്കുന്നതിലൂടെ മണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും പോഷകമൂലകങ്ങളും വെള്ളവും നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും. അപ്പോൾ മണ്ണ് നല്ല പുഷ്ടിയുള്ള മണ്ണ്, ആരോഗ്യമുള്ള മണ്ണിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുവരാമെങ്കിൽ നമ്മൾ അടുക്കള കൃഷി നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ തണുപ്പ് കാലം വരുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഡിസംബർ മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ നല്ല തണുപ്പ് കാലത്ത്, തണുപ്പ് കാലത്തിൽ അനുയോജ്യമായ വിളകൾ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഇതുപോലുള്ള തണുപ്പ് കാല വിളകളും നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ ധാരാളമായി ഉൾപ്പെടുത്താൻ സാധിക്കും. വളരെ വിജയകരമായി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പല വീടുകളിലും തണുപ്പ് കാലത്തിലുള്ള പ്രത്യേക വിളകളും ചെയ്തു വരുന്നതായിട്ട് നമുക്ക് ഈ അടുത്തിടെയായിട്ട് കാണാം. പിന്നെ രോഗകീടങ്ങളെ നമ്മുടെ ശ്രദ്ധ മൂലവും ഇടപെടലുകൾ മൂലം നമുക്ക് വളരെയേറെ നിയന്ത്രിച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇതിലൊക്കെ ഉള്ള ഏറ്റവും നല്ല ഗുണം എന്തെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യപരം പോഷകമൂലവും ഗുണനിലവാരവുമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അതിനേക്കാൾ ഉപരി ഈ അടുക്കളത്തോട്ടം കൊണ്ട് അല്ലെങ്കിൽ കൃഷി കൊണ്ട് ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷവും വളരെയധികം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു ഘടകം. നന്ദി. എൻ്റെ പേര് മൊയ്തീൻകുട്ടി, PP, പഴയ പുത്തൻപീട്ടിൽ മൊയ്തീൻകുട്ടി എന്നാ പറയാം. ഞാനൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോഴും കൃഷി തന്നെയാണ്. അപ്പോൾ വിവിധ തരം കൃഷി ചെയ്യുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ അതിൽ തന്നെ ജീവിക്കുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കാനുള്ള പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറയൽ. അവർ കൃഷിയിൽ വന്നാൽ ഈ നാട് നന്നാവും, നാട് വികസിക്കും. ജൈവവളത്തിനെ പറ്റി പറയാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മിക്കവാറും ഇവിടെ ഈ പുറത്തൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറികള് ഒരു രുചിയില്ല. രുചി ഉണ്ടാ. ഒരു വെണ്ടൊക്കെ ഇപ്പൊ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും തിന്നാൻ പറ്റുന്നില്ല. ഒരു ടേസ്റ്റ് ഒക്കെ പോയിരിക്കുന്നത്. അപ്പൊ എന്താ കാരണം? ഈ കംപ്ലീറ്റ് രാസവളമാണ്. രാസവളം അതേമാതിരി തന്നെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള പിന്നെ ഇതുണ്ടല്ല, എന്താ പറയാ, പെട്ടെന്ന് ഉണ്ടാവാൻ കൊടുക്കുന്ന ചില ഹോർമോണുകൾ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ നിർത്തിയിട്ട് നമ്മള് സൂര്യപ്രകാശം വെച്ച് ശരിക്കും ജൈവവളം ഉപയോഗിച്ച് വീട്ടിന്റെ ടെറസിൽ ഗ്രോ ബാഗിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാം. ഒരു വീട്ടുകാരന് വേണ്ടിയത് 5 വെണ്ടമരം, അത് 5 ഗ്രോ ബാഗ് വാങ്ങാം. ഗ്രോ ബാഗ് വാങ്ങിയിട്ട് അതിന്റെ പിന്നെ ഇതുണ്ട്, പ്ലോട്ടിംഗ് മിക്സർ എന്ന് പറയും. പ്ലോട്ടിംഗ് മിക്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണ മണ്ണ്
മണ്ണും വളമൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പേരാണ് അത് തോട്ടം മിശ്രം. അത് നടക്കണം എന്നുണ്ടെങ്കിൽ 1:1:1 അതായത് ഒരു കിലോ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ 1 കിലോ മണ്ണ്, 1 കിലോ മറ്റേ ഇതിൻ്റെല്ല ചാണകപ്പൊടി, മണ്ണ്, വേപ്പും പിണ്ണാക്ക് പോലത്തെ എന്തെങ്കിലും കീടനാശിനി പോലത്തെ ചേർക്കാം. ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഗ്രോ ബാഗിൽ നടക്കാൻ. അപ്പൊ ആദ്യം നമ്മൾ ഈ പച്ചക്കറിന്റെ വിത്തുകള് ഈ ചെറിയ ട്രേ ഉണ്ട്, അത് ഇവിടുന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കണ്ടിട്ടുണ്ടായിട്ടോ? ഇല്ല, ഒരു കറുപ്പല്ല, കറുത്തല്ല, ഇങ്ങനെ കുട്ടുണ്ടായിട്ട് അതില് പാകിയിട്ട് മുളപ്പിക്കണം. അതെങ്ങനെ മുളപ്പിക്കുക വെച്ചാൽ അതിന്റെ പ്ലോട്ടിങ് മിക്സർ എന്ന് പറഞ്ഞാൽ പ്ലോട്ടിങ് മണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാല് പകുതി മണ്ണും പകുതി ചകിരിച്ചോറും ഒരു ലേശം ചാണകപ്പൊടി വേണം. അപ്പൊ എന്താ വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ കൊട്ടിയെടുത്തിട്ട് വലുതായി വന്നാൽ 2 ഇല 3 ഇലയൊക്കെ വന്നാല് അത് കൊട്ടിയെടുത്തിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിൽ വെക്കണം. അപ്പൊ അത് ചെറുതായിട്ട് വളം ചേർത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം നനച്ച് ഇത് വേഗം പെട്ടെന്ന് കൊട്ടിയാണ് കിട്ടും. അപ്പൊ വേര് നഷ്ടപ്പെടില്ല. മനസ്സിലായോ? അതിന്റെ വളർച്ച വേരിനും വേണ്ടിയുള്ള സമയം പോകില്ല. അങ്ങനെ അത് വാങ്ങിയിട്ട് നമ്മൾ ടെറസിലോ അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം, ഏത് സാധനം കൃഷിന്റെ ഏത് സാധനം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം. അല്ലാതെ അത് വളരില്ല, വെറുതെ. ഇതൊക്കെ വെക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം നല്ല വളർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെറുതായിട്ടൊരു രാസവളം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളർച്ചയ്ക്ക് കൊടുക്കാം. അത് 18-18-18. അത് ഒരു ബാഗിൽ 1 ടീസ്പൂൺ ഇടാൻ പാടുള്ളൂ. 2 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ആയ സാധനം പോയി. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വളർച്ച കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇടാം. കാരണം ഒരു മഞ്ഞ നിറമൊക്കെ വരും ചില സസ്യങ്ങൾ, കേട്ടിട്ടില്ലേ? അതേമാതിരി ഇല മുരുളല് ഇതൊക്കെ വരും. അതൊക്കെ കുറെ മണ്ണിന്നും വരുന്ന രോഗാണുക്കളാണ്. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന രോഗാണുക്കൾ എന്ന് പറഞ്ഞാൽ പുഴുക്കള്, കീടങ്ങള്, ഇതൊക്കെയാണ് ഇലകളൊക്കെ നശിപ്പിക്കുന്നത്. അതിന് നമ്മള് ജൈവ കീടനാശിനി ഉപയോഗിക്കണം. ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഇപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാക്കാം. കാരണം ഈ ചാണകം, 1 കിലോ ചാണകം, 1 കിലോ മത്തി, അതായത് മീൻ, മത്സ്യണ്ടല്ലോ, മത്തി 1 കിലോ മത്തി, 1 കിലോ ശർക്കര. ഇതൊരു മിശ്രിതമാണ്. ഇത് നമ്മളൊരു ടിന്നിൽ നമ്മൾ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വേണം. ഇതിന്റെ കൂടുതലാക്കാം. ഇപ്പൊ 2 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ ഈ അനുവാദം കൂട്ടാം. അത് നമ്മൾ ഇതാക്കിയിട്ട് വെള്ളം ചേർത്ത് നമ്മൾ മൂടി വെക്കുക. ഒരു 30 ദിവസം അത് ദിവസം രാവിലെ ഇളക്കണം. വെള്ളം ഇല്ലെങ്കിൽ അത്യാവശ്യം വെള്ളമാണെങ്കിൽ ചേർക്കണം. ഈ കുഴമ്പ് പോലത്തെ മിശ്രിതം ഉണ്ടല്ല, 1 കുപ്പി മിശ്രിതം ഉണ്ടെങ്കിൽ 4 കുപ്പി വെള്ളം ചേർക്കണം. എന്നിട്ട് അരിച്ചെടുത്ത് സ്പ്രെയർ ഉണ്ടല്ലോ, ഈ സ്പ്രെയറിൽ നല്ല ഇലയിലൊക്കെ സ്പ്രേ ചെയ്താൽ രോഗ കീടനാശിനികൾ ഉണ്ടാവില്ല. ഇലയിൽ കൂടി ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ ഇലകളിൽ കൂടി ഭക്ഷണം പാകം വലിച്ചെടുത്ത് കൂടുതൽ വിളവ് നമുക്ക് വർദ്ധിപ്പിക്കാം. അതിപ്പോ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ വെണ്ടന്, ഇതേമാതിരി തന്നെ പച്ചമുളക്, അതേമാതിരി ഇപ്പൊ ഈ വഴുതനയും ചിരങ്ങയും ഒക്കെ നമ്മള് പുറത്തുണ്ടാക്കണം. അത് ഇതിന്റെ മുകളിൽ ഉണ്ടാക്കാം, പക്ഷെ അവിടെ വള്ളിക്കെട്ട് പോയി അതൊരു സുഖം ഉണ്ടാവില്ല. ഇതേമാതിരത്തെ നമ്മള് വള്ളിയല്ലാത്ത വെണ്ട, അതേമാതിരി തന്നെ പച്ചമുളക്, വഴുതന, വേറെ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ, അത് പല വെറൈറ്റികളുണ്ട്. ഇപ്പൊ പച്ചമുളകിന് പല വെറൈറ്റി ഉണ്ട്, കാന്താരി മുളകുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മളെ വീട്ടിൽ ആവശ്യമുള്ളൂ. കാരണം ഒരു കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 കാന്താരി മുളക്, 2-3 പച്ചമുളക്, ഒരു 4 വെണ്ടയ്ക്കൊക്കെ എടുത്താൽ നല്ല സൂക്ഷ്മമായിട്ട് ഒരു വീട്ടുകാരന് ഒരു ദിവസം സാമ്പാർ ഉണ്ടാക്കാം. കൂടെ ചേന നമ്മളെ വീട്ടിന്റെ പരിസരത്ത് വെച്ചാൽ മതി. ഒരു ചേന വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചേന 12 പീസുകളാക്കാം. ഒരു ചേനയിൽ നിന്നും 12 പീസ് നമുക്ക് മുളപ്പിക്കാൻ കിട്ടും. മറ്റേതെന്താ വെച്ചാൽ ഈ മൂക്ക് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേനന്റെ ഇതിമൊന്നും ഒന്നേ പണ്ട് കിട്ടിയിരുന്നുള്ളൂ. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചാണ്
അപ്പൊ ആ രീതിയിൽ ചേന നമ്മൾ വെക്കുമ്പോ അതേമാതിരി വെച്ച് ലേശം ഒരു ചെറിയ കുഴി കുത്തിയ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള വാഴക്കുഴിന്റെ അത്ര വേണ്ട, ഒന്ന് കുത്തിയിട്ട് കുമ്മായ ലേശം ഇട്ടിട്ട് അതിൽ കുറെ ചപ്പ് ചമ്മലുകളും ചാണകപ്പൊടി ഇട്ടുണ്ട്, ഉണങ്ങിയ പച്ച ചാണകം ഇട്ടുണ്ട്, ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിന്റെ ശേഷം ഈ മൂക്ക് ഏത് രീതിയിലാണെങ്കിലും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് തറ കൂട്ടി നനച്ചാൽ മതി. നനച്ചാല് ഇതിന് മുളച്ച് വരും. മുള ഒരു കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 3, 4, 5 കിലോ ഒക്കെ ഉള്ള ചേന ഇത് കിട്ടും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് മുളച്ചൊന്ന് 6 മാസം കഴിഞ്ഞാൽ ഒരു വളം ചേർക്കണം. നമ്മൾ ഇതേമാതിരി ജൈവവളം മേലെ ഇട്ടിട്ട് തടം കൂട്ടുക, ഇതേമാതിരി ചപ്പ് ചവറുകളൊക്കെ ഇട്ടിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി അത് ഉപയോഗിക്കുന്നത് നമ്മളെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ വേണ്ട, രാസവളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു ലേശമാണെങ്കിൽ പൊട്ടാഷാണ്, ഒരു ലേശം യൂറിയ, അതായത് ഒരു 100 ഗ്രാം പൊട്ടാഷ്യം 100 ഗ്രാം യൂറിയയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചാണകപ്പൊടി മേലിടുന്നതിന്റെ മേലിട്ടുകൊണ്ട് തറം കൂട്ടിയാൽ മതി, നല്ലതുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ചേന ഒരു സാമ്പാറിനുള്ള സാധനങ്ങൾ മുഴുവനും നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കാം ടെറസിന്റെ മേലെ, മനസ്സിലായ? ഇപ്പൊ ഇനി ഇതേ രീതിയിൽ നിങ്ങൾ മറ്റുള്ളതൊക്കെ ചെയ്താൽ മതി. അത് വഴുതന, പിന്നെ തക്കാളിയൊക്കെ മുളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എനിക്കിവിടെ ഒരു തക്കാളി നിന്ന് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 2 കിലോ ഒക്കെ തക്കാളി കിട്ടിയിരുന്നു. ഒറ്റ മരമുള്ളായിരുന്നു 2 കിലോ. അതെന്താ വെച്ചാലേ ഇവിടെ പടുമുളം മുളച്ചത്. പടുമുളം മുളച്ചതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കൊണ്ടുവന്ന് നമ്മൾ ഇറക്കിന്ന് അതിൽ നിന്ന് ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വന്ന് തയ്യ ചാണകപ്പൊടിന്ന്, അതായത് നാക്കാര് ചാണകം തിന്നിട്ട് അല്ല പുല്ലും ഈ പറഞ്ഞ വേസ്റ്റുകളൊക്കെ കൊടുക്കണ്ടായിരിക്കും, തക്കാളി പോലത്തൊക്കെ, അതിന്റെ കുരു മുളച്ചതാണ്. അത് മുളച്ച് നല്ലതായി വന്നപ്പോ ഞാൻ അത് എടുത്തിട്ട് പാകി, പിന്നെ അത് അങ്ങനെ വെച്ച തയ്യായിരുന്നത്. പിന്നെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 53. അങ്ങനെ ഞാൻ എന്റെ വിദ്യാഭ്യാസ പഠനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം ആയപ്പോ ഒരു 35 കൊല്ലം 35 കൊല്ലമായിരുന്നു. ഇപ്പൊ ഒരു 67 വയസ്സായിരുന്നു. ഈ 35 കൊല്ലം വിദ്യാഭ്യാസത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി. ഞങ്ങളെ ഈ കൃഷിയൊക്കെ സംരക്ഷിക്കുന്നു. അതിൽ നടല്, പിന്നെ നെല്ലുണ്ടാക്കല്, തെങ്ങിന് വളം ചെയ്യല്, അതിന്റെ ആദായം എടുക്കല്, ഇതൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ മുഴുവൻ ജീവിച്ചത്. അന്ന് ഞങ്ങൾ ആരും ഫോറിനിൽ പോയ ഫോറിൻ മണികളൊന്നും ഇവിടെ ആരും വരില്ല, ഫോറിന്റെ വർത്താനം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിയിൽ കൂടിയാണ് ജീവിച്ചു വളർന്ന്. പിന്നെ അതിനുശേഷം ഞാനിതാ ഈ വീട് ഞാൻ പുതിയത് വെച്ചതാണ്, തറവാട്ടിൽ നിന്ന് മാറിയിട്ട് വെച്ച സമയത്ത് അത് ഒരു 84 വെച്ചതിന് ശേഷം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് പൊതുവെ കാടുകൾ ഇഷ്ടമാണ്. ഈ കാടിങ്ങനെ കാടിനുള്ളിൽ കൂടെയൊക്കെ പോകണമായിരിക്കാൻ തോന്നുകയാണെങ്കിൽ ഭയങ്കര. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ കുരുമുളക് വെച്ചത്. കംപ്ലീറ്റ് കുരുമുളക് ആയിരുന്നു. ഇപ്പോഴത്തെ കുരുമുളക് പോയതാണ്, കുറെ നഷ്ടപ്പെട്ടു. കാരണം പ്രളയം, അതേമാതിരി തന്നെ ഭയങ്കര വരൾച്ച, ഈ വകതുകൊണ്ട് കുരുമുളക് മുഴുവൻ പോയത്. എപ്പോഴും ബാക്കിയുള്ള കുരുമുളകാണ് അതൊക്കെ. അപ്പൊ ഈ കുരുമുളക് കൊണ്ട് എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ചിന്തിച്ചതുകൊണ്ട് ലാസ്റ്റ് എനിക്ക് വലിയൊരു അനുഭവം. കാരണം ഒരു 1 ലക്ഷം റുപ്യന്റെ അടുത്തൊക്കെ ഞാൻ കുരുമുളക് അടയിച്ചു കൊടുത്തിരുന്നു ആ ഉടനെ, ഒരു 10-15 കൊല്ലം മുമ്പ്. അപ്പൊ അതൊക്കെ ഒരു വരുമാനം തന്നെയല്ലേ. ഇതിനാകെയുള്ള വരുമാനം എന്താണ്? ഒരു കൊല്ലത്തിൽ 1 പ്രാവശ്യം ഒന്ന് വളർന്ന ഒരു പൊത കൂട്ടണം. ഇതെല്ലാം ചാണകപ്പൊടിയാണ് എന്തെങ്കിലും കിട്ടും. അപ്പൊ അങ്ങനെ താങ്ങുമരങ്ങളൊക്കെ പൊട്ടുക. താങ്ങുമരം മിക്കവാറും സീമക്കൊന്നേന് പോയി. അതൊക്കെ ആ സീമക്കൊന്നന്റെ തോല് എനിക്ക് വളമായി ഉപയോഗിക്കാൻ വേണ്ടിയാണ് പറ്റുന്നത്. കാരണം തെങ്ങിനൊക്കെ അതട്ടത്. അപ്പൊ അങ്ങനൊക്കെ ജീവിച്ച് വളർന്ന് തെങ്ങ് കൃഷി, പിന്നെ വാഴക്കൃഷി, അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്ത കൃഷികളൊന്നും ചെയ്യാൻ ഒരു വാനില കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കൃഷി വകുപ്പ് അന്ന് വലിയ പ്രചാരണം നടത്തി. വാനില കൃഷിക്ക് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഒരു മീറ്റർ വള്ളിക്ക് 100 റുപ്യ ഉണ്ട് വാനില. ഞാൻ ഈ താഴത്ത് ഭാഗത്ത് 120 മരം വെച്ച് ഈ സീമക്കൊന്ന് വെച്ചതിന് ശേഷം
അങ്ങനെ 100 റുപ്യ തോതിൽ വള്ളി വാങ്ങിയിട്ട് ഞാൻ വെച്ച് എല്ലാം വളർന്ന് ഒക്കെ റെഡിയായി വന്ന് ഇത് തോക്ക ബീൻസ് കണ്ടിട്ടാ. ഇത് ശരിക്കും പയറിന്റെ ബീൻസ് പോലെ ഇങ്ങനെ വരിക. ഇത് നമ്മളെ മറ്റേ പയറല്ല, ഈ വേറെ ബീൻസ് പയർ മണ്ണെണ്ണ അതേമാതിരി ഇങ്ങനെ കൊലകൊലായിട്ടാണ് വരിക. ഇത് പരാഗണം ചെയ്തു കൊടുക്കണം നമ്മൾ. ഇതിന്റെ പൂവ് വന്നാൽ ആ പൂവിന്റെ ഉള്ളിലൊരു ബോക്സ് പോലത്തെ ഒരു ഭാഗമുണ്ട്. അത് ചെറിയ ഈർക്കിളി കൊണ്ട് അങ്ങോട്ട് തുറന്നാൽ മതി. അതിങ്ങോട്ട് തുറന്നാൽ അങ്ങോട്ട് ഒട്ടും എന്നറിയും. അതിൽ മറ്റേ പൂവെന്നുള്ള പൂക്കുട്ടിയിൽ വിടാൻ മതി. അങ്ങനെയാണ് ബീൻസ് ആകുക. നമ്മൾ ദിവസം ചെയ്തു കൊടുക്കണം അതേമാതിരി. പിന്നെ പരാഗണം അങ്ങനെ ആയി ഇതിങ്ങനെ അങ്ങനെ വളർന്നു വരുന്ന ഇതും തന്നെ വലിയ ഇൻട്രസ്റ്റ്. 25,000 ഉറുപ്പിക പച്ച ബീൻസിന് 1 കിലോ. അറിയോ, അത് കണ്ടമാനം പൈസ ചെലവാക്കിയിട്ട് ഞാൻ ചെയ്ത്. ഈ 25,000 ഉറുപ്പിയുള്ള സാധനം എനിക്കിത് വന്ന് കായ തൂങ്ങിയൊക്കെ റെഡിയായി വിളവെടുക്കാൻ നേരത്ത് കുറഞ്ഞ് വന്ന് കിലോന് 25 ഉറുപ്പിക. ഈ 25 ഉറുപ്പിന്റെ ഇവിടെ കിട്ടൂല, കിൻഫ്രയിൽ കൊണ്ടുപോകണം. തേഞ്ഞിപ്പാലുണ്ടല്ലോ കിൻഫ്ര, കേട്ടിട്ടുണ്ട? ഈ ഭക്ഷ്യ സംസ്കരണ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഗവൺമെന്റ് സ്ഥാപനമാണ്. അവിടെ കൊണ്ടുപോയി കൊടുത്താലേ ഈ വില കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നടക്കൂല, വേട്ടയും മുഴുവനാക്കി തമർത്തി. കാരണം ഞാൻ ഒരിക്കലും അത് വില കൊള്ളൂല. അതേമാതിരി തന്നെ അനുഭവമാണ് ഇപ്പൊ കുരുമുളകിനുള്ളത്. കാരണം കുരുമുളകിന് ഞാൻ ഇവിടുന്ന് വിൽക്കുന്ന സമയത്ത് 950 ഉറുപ്പിക 850 ഉറുപ്പിയൊക്കെ 1 കിലോ ഉണ്ടായിരുന്നു ഉണങ്ങിയ കുരുമുളകിന്. ഇന്നിപ്പോ അത് എത്രയെന്നറിയാം, 260 ഉറുപ്പിക കുരുമുളകിന്. ഇങ്ങനെ കർഷകരെ നട്ടലൊടിച്ചു വിടുന്ന ഒരു തരം സംവിധാനമാണ്. അപ്പൊ സംവിധാനം സർക്കാരിന്റെ കുറ്റമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെന്താ വെച്ചാല് കുറച്ച് മാഫിയകളുണ്ട്. ഈ കച്ചവടം മാഫിയകളുണ്ടല്ല, മാഫിയകൾ, ഇടനിലക്കാർ. അവരാണ് ഇതിന്റെ വില നിശ്ചയിക്കലും ഇതിന്റെ വില ഇടലും വില കുറക്കലും വില കൂട്ടലൊക്കെ അവരാണ്. അത് ഏതുപോലെ ഇപ്പൊ കൃഷി സമരം നടക്കണ്ടല്ല, ഈ താങ്ങുവില എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഈ താങ്ങുവില ഈ ഇടനിലക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോ വന്നിട്ടുള്ളത്. അതിന് എതിരായിട്ടാണ് ഇപ്പോ സമരം നടക്കുന്നത്. അപ്പൊ കൃഷിക്കാരൻ നട്ടലൊടിക്കുന്നത് ഈ ഇടനിലക്കാരൻ, മാഫിയകൾ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പിന്നെ ഞാൻ കൃഷിയിലേക്ക് പ്രവേശിക്കണം. കാരണം ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ അന്ന് അതേ മാർഗമുള്ളൂ, അന്ന് ഗൾഫൊന്നുമില്ല. അപ്പൊ ഇതിൽ നിന്ന് വരുമാനം കൂട്ടണം, അതിൽ നിന്ന് ജീവിക്കണം. അപ്പൊ കാരണന്മാരൊക്കെ ആ കിട്ടണതും എടുത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ജീവിക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഉത്തേജനം വരണം എന്നുള്ള ഇതിൽ ഒരു ആശയം വന്നിട്ടാണ് ഞാൻ പുതിയ ജൈവ അതായത് ഉൽപാദനം അതേമാതിരി തന്നെ കൃഷി വികസിപ്പിക്കാനും കൃഷി എങ്ങനെ ലാഭകരമാക്കാനുള്ള ചിന്ത വന്നത്. ആ ചിന്തയിലാണ് ഞാൻ ഇതേമാതിരി കൃഷിക്ക് പിന്നെ പ്രോത്സാഹനം കൊടുത്ത് കൃഷിക്ക് ഊന്നൽ കൊടുത്ത് ഞാൻ പിന്നെ കൃഷിയിൽ വന്നത്. കൃഷിയിൽ വന്ന് നോക്കുമ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അന്നും കുറെ ആൾക്കാർ പറഞ്ഞു എന്ത് കൃഷി കൊണ്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയത് കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്തായെന്നറിയാം, ഞാൻ ഇതിൽ നിന്ന് വിട്ടുമാറാതെ നിന്ന് 3 പ്രാവശ്യം എനിക്ക് പഞ്ചായത്തിന്റെ വക അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു ഏറ്റവും നല്ല കുരുമുളക് കർഷകൻ ഈ വെട്ടം പഞ്ചായത്തിൽ, ഏറ്റവും നല്ല തെങ്ങ് കർഷകൻ, പിന്നെ ഏറ്റവും നല്ല ഇടവിള കർഷകൻ. ഇടവിള കർഷകൻ എന്ന് പറഞ്ഞാൽ ചേമ്പ് ചേന ഇതൊക്കെ ഉണ്ടാക്കിയിരുന്ന്. പക്ഷെ എനിക്കിപ്പോ അതിൽ നിന്നൊക്കെ ഞാൻ പിന്തിരിഞ്ഞ എന്താ വെച്ചാൽ എനിക്കൊരു കാലുകൊണ്ട് വിജയമായി, കാലിന്റെ മുട്ട് ഇതൊക്കെ. ഇതിന് കൂലി കൊടുത്ത് ചെയ്യിച്ചാൽ ഇതൊന്നും നടക്കില്ല, ലാഭകരമല്ല. നമ്മൾ അധ്വാനിക്കണം. അപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അവർ ആരോഗ്യമുള്ള കാലത്ത് അവർ ഈ കൃഷിനെ സ്നേഹിച്ച് കൃഷിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും ജീവിക്കാം, നാട്ടിനും അതിന്റെ സമ്പത്തും കിട്ടും, ആരോഗ്യപരമായിട്ട് മനസ്സിന് സംതൃപ്തിയും കിട്ടും എന്നുള്ളതാണ് എനിക്ക് ഈ കുട്ടികളോട് പറയാനുള്ളത്. നിങ്ങളെ വിദ്യാഭ്യാസമൊക്കെ നിങ്ങൾ നടത്തിക്കോളി, അതൊന്നും പറയില്ല. MBBS വരെ പഠിച്ചവരും കൃഷിയിൽ വരണം എന്നുള്ള ഒരു ആശയമുള്ളവരാണ് ഞാൻ. കാരണം അവര് അത് MBBS ഇട്ടിട്ട് കൃഷിയിൽ വരണം എന്നല്ല, കിട്ടുന്ന സമയത്ത് ഇതിൽ വരിക, ഈ കൃഷിയിൽ പിന്നെ കൃഷിനെ പ്രോത്സാഹിപ്പിക്കുക, കൃഷിനെ
പരിപോഷിപ്പിക്കുക, ഇതിനൊക്കെയുള്ള ഒരു 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 ഊർജം ഈ ചെറുപ്പക്കാർ കുട്ടികൾക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യും. നമസ്കാരം, ഞാൻ വന്ദന. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? ഗ്രാഫ്റ്റിംഗ് എത്ര തരം? ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന രീതി. ഒരു സസ്യ പ്രജനന മാർഗമാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. ശിഖരങ്ങൾ പരസ്പരം ഒട്ടിക്കുന്ന പ്രവർത്തനമാണിത്. ഒട്ടിക്കുന്ന ശിഖരത്തെ ഒട്ടുകമ്പ് അഥവാ സയൺ എന്ന് വിളിക്കുന്നു. ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് അഥവാ മൂലഖണ്ഡം എന്ന് വിളിക്കുന്നു. ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന വിധം അഥവാ ഒട്ടിക്കുന്ന വിധം. സ്റ്റോക്കിൻ്റെ ചുവട്ടിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ തൊലി അല്പം കട്ടിയോടുകൂടി ചെത്തി നീക്കുക. ഒട്ടിക്കേണ്ട ശിഖരത്തിനെ സ്റ്റോക്കിനോട് അടുപ്പിക്കുക. സയണിൻ്റെ ചുവട്ടിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ സ്റ്റോക്കിൽ ചെയ്തതുപോലെ മുറിവുണ്ടാക്കുക. 2 മുറിപ്പാടുകളും ചേർത്ത് വെച്ച് ചാക്കുനൂൽ ഉപയോഗിച്ച് വരിഞ്ഞു മുറുകി കെട്ടുക. മെഴുകുതിരി ഉപയോഗിച്ച് നന്നായി പൊതിയണം. ദിവസവും കെട്ടിനെ നന്നായി നനച്ചു കൊടുക്കുകയും വേണം. 1 മാസം കഴിഞ്ഞ് മുകളിലത്തെ സ്റ്റോക്കിൻ്റെ കെട്ട് അഴിക്കണം. 1 മാസം കൂടി കഴിഞ്ഞ് കെട്ട് പൂർണ്ണമായി അഴിക്കാം. മാവ്, പേര, സപ്പോട്ട തുടങ്ങിയവയിലാണ് ഗ്രാഫ്റ്റിംഗ് കൂടുതലായി നടന്നു വരുന്നത്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, ടാങ്ക് ഗ്രാഫ്റ്റിംഗ്, സൈഡ് ഗ്രാഫ്റ്റിംഗ് എന്നിങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്ന പ്രധാന ക്രാഫ്റ്റിംഗ് രീതികൾ. നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ഇങ്ങനെയൊരു ക്രാഫ്റ്റിംഗ് രീതി എല്ലാവരും ചെയ്തു നോക്കണം. വിഷവസ്തുക്കൾ അടിച്ച കൃഷിയേക്കാൾ നല്ലത് നമ്മുടെ അടുക്കളത്തോട്ടത്ത് ഒരിത്തിരി കൃഷി നടത്താൻ നമുക്ക് നല്ലത്. മനസ്സ് നന്നാവട്ടെ. മനസ്സ് നന്നാവട്ടെ. ഞാനിന്ന് ബഡ്ഡിങ്ങിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ബഡ്ഡിങ്ങിനെ മലയാളത്തിൽ മുകുളമൊട്ടിക്കൽ എന്ന് പറയുന്നു. ഒരു ചെടിയിൽ നിന്നെടുത്ത മുകുളം അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിൽ ഒട്ടിക്കുന്ന രീതിക്ക് ബഡ്ഡിംഗ് അഥവാ മുകുളമൊട്ടിക്കൽ എന്ന് പറയുന്നു. മുകുളം എടുക്കുന്ന ചെടിയെ സയൺ എന്നും മുകുളം ചേർത്ത് വയ്ക്കുന്ന തൈച്ചെടിയെ സ്റ്റോക്ക് എന്നും പറയുന്നു. മുകുളം ഒട്ടിക്കുന്ന രീതി. സ്റ്റോക്ക് തൈയുടെ അടിഭാഗത്തു നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിലായി ടി ആകൃതിയിൽ ഒരു കീറലുണ്ടാക്കുക. ഈ കീറലിലെ തൊലി അല്പം വിടർത്തുക. അതിനുശേഷം സയൺ കമ്പിൽ നിന്ന് ഷീൽഡ് ആകൃതിയിൽ മുകുളമുള്ള തൊലി ചെത്തിയെടുക്കുക. ഈ മുകുളം സ്റ്റോക്കിലെ ടി ആകൃതിയിലെ കീറലിൽ വെച്ച് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നന്നായി ചുറ്റുക. 3-4 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയുവാൻ കഴിയും. നമസ്കാരം, മനസ്സ് നന്നാവട്ടെ. ഞാൻ സുധൻ KS. ഞാനിന്ന് പറയാൻ പോകുന്നത് പതിവയ്ക്കൽ അഥവാ ലെയറിങ്ങിനെ കുറിച്ചാണ്. അംഗപ്രജനന മാർഗങ്ങളിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്. മുല്ല, ചെമ്പരത്തി, പേര തുടങ്ങിയവയിലാണ് ഇത് സാധാരണയായി ചെയ്തു വരുന്നത്. ഇത് ചെയ്യുന്നതിനായി 2-3 വർഷം പഴക്കമുള്ള ഒരു സസ്യം തിരഞ്ഞെടുക്കുക. ശേഷം ഇതിൻ്റെ ഒരു തണ്ടിൽ നിന്നും 5 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ പുറംതൊലി ചെത്തി ഒഴിവാക്കുക. ശേഷം ഈ ചെത്തി ഒഴിവാക്കിയ മുറിവിൽ തേൻ പുരട്ടി കൊടുക്കുക. ഇതിൽ മണ്ണ്, ചാണകം, വെള്ളം, ചകിരിച്ചോറ് എന്നിവ കലർത്തിയ മിശ്രിതം വെച്ച് കെട്ടുക. ശേഷം ദിവസവും മണ്ണ് നനച്ചു കൊടുക്കുക. ഇതിൽ വേര് മുളയ്ക്കുന്നുണ്ടോ എന്ന് 10-15 ദിവസങ്ങൾക്ക് ശേഷം പരിശോധിക്കുക. ശേഷം വേര് വന്നതിന് തൊട്ട് താഴെ മുറിച്ച് ഇത് മറ്റൊരു സസ്യമായി ഉപയോഗിക്കാം. ഇനി പതിവയ്ക്കൽ ചെയ്യുന്നത് എങ്ങനെയാണ്?
NSS ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി നടന്ന കാർഷിക ബോധനം എന്ന ക്ലാസ്സിൽ എൻ്റെ ചുമതല നന്ദി പറയുക എന്നതാണ്. ഇന്നിവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അമൃതയ്ക്കും അധ്യക്ഷൻ എന്ന നിലയിൽ സംസാരിച്ച യുനാൻ സാറിനെയും നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയ മുൻ തെന്നല പഞ്ചായത്ത് കൃഷി ഓഫീസറും കൂടാതെ തൃശ്ശൂർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്കും ചെയ്യുന്ന നിമ്മി മാഡത്തിനും കൃഷിയെക്കുറിച്ചുള്ള സന്ദേശം നമുക്ക് വിവരിച്ചു തന്ന മൊയ്ബീൻ കുട്ടി അവർകൾക്കും കൂടാതെ ബഡ്ഡിംഗ്, ക്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയെക്കുറിച്ച് വിവരിച്ചു തന്ന ഹിരൺ, സുധൻ, വന്ദന എന്നിവർക്കും ഇവിടെ ഇന്ന് ഞങ്ങളുടെ പരിപാടിയിൽ സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പേരിലും എൻ്റെ ഗ്രൂപ്പിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു.